യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ ഈമാനുള്ളവരെ, ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഇനിസൂ വതുസല്ലിമൂ അലാ അഹ്ലിഹാ. നിങ്ങളുടെ വീടല്ലാത്ത മറ്റേതെങ്കിലും ഒരു വീട്ടിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുകയാണെങ്കിൽ ആ വീട്ടുകാരുടെ സമ്മതം ചോദിക്കുന്നതുവരെ, നിങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നത് അവർക്കിഷ്ടമാണെന്ന് നിങ്ങൾക്ക് ബോധിക്കുന്നതുവരെ നിങ്ങളത് ചെയ്യരുതേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളങ്ങോട്ട് ചെല്ലണ്ട, നിങ്ങളങ്ങോട്ട് ചെല്ലുന്നത് അവർക്ക് ഇഷ്ടമാണെന്ന് ബോധിക്കണം എന്ന് പറഞ്ഞ ഒരു മനുഷ്യന് കോമൺ സെൻസ് വേണമെന്നർത്ഥം. ചിലർക്ക് മനസ്സിലാവില്ല വരുന്നത് അവർക്ക് ഇഷ്ടമല്ല, എങ്ങനെ പെരുമാറി ഇവനത് മനസ്സിലാവൂല, അവനെ പറ്റിയാണ് മണ്ടൻ എന്ന് പറയാ. കോമൺ സെൻസ് വേണം. ഒരു വീട്ടിലേക്ക് ചെല്ലുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ, എന്നിട്ട് എന്ത് ഇഷ്ടമുണ്ടെങ്കിൽ അടുക്കള വരെ പോകാൻ പറ്റുന്നാണോ? അല്ല, നിങ്ങൾ സമ്മതം ചോദിക്കണം. വീട്ടിലേക്ക് വരട്ടെ എന്ന് വാതിൽ തുറന്ന് കയറിപ്പോവരുത്, സമ്മതം ചോദിക്കണം. 3 പ്രാവശ്യം സമ്മതം. ഒരു പ്രാവശ്യം ബെല്ലടിച്ചു, ബെല്ലടിക്കാനാണ് സമ്മതമെങ്കിൽ അങ്ങനെ വെയിറ്റ് ചെയ്യുക. പിന്നെ വാതിലൊന്ന് കുലുക്കി വെക്കുക, അതൊന്നും ചെയ്യാൻ പാടില്ലേ. ബെല്ലടിച്ചിട്ട് മിണ്ടാണ്ടിരിക്കുക. പിന്നെ ജനലൊന്ന് പൊളിഞ്ഞ് തുറന്നു നോക്കുക, അടുക്കള ഭാഗത്ത് കൂടെ ഒന്ന് പാളി നോക്കുക. ഈ പിരിവിന് വരുന്ന ചില വളവന്മാരുണ്ട്, അങ്ങനെ എത്തിങ്ങാന്റെ പിരിവാന്ന് പറഞ്ഞ് വീട് മൊത്തം തവാഫ് ചെയ്യും, കണ്ണു കുത്തി പൊട്ടിക്കണവരൊക്കെ. നിബിതങ്ങളുടെ മുമ്പിലേക്ക് ഒരാൾ വന്ന് നിബിതങ്ങളുടെ വീടിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നിബിതങ്ങൾ പറഞ്ഞു, ഇന്നമാ ജുഇലൽ ഇസ്തിഅ്ദാനു മിൻ ഹാദാ, ഇങ്ങനെ വീടിനുള്ളിലേക്ക് നോക്കാതിരിക്കാനാണ് അല്ലാഹു സമ്മതം ചോദിക്കണമെന്ന് പറഞ്ഞത്. എന്നിട്ട് വീടിനുള്ളിലേക്ക് നോക്കുകയാണോ? തങ്ങൾ പറഞ്ഞു, ആ മനുഷ്യന്റെ കണ്ണ് ഞാൻ അവന്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി എന്ന് നബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുത്തനിന് അങ്ങനെ ഒരു മനുഷ്യന്റെ വീട്ടിലേക്ക് എത്തി നോക്കി, ഒരു ചരൽ കല്ലുകൊണ്ട്, ചെറിയ ഒരു മിടിക്കുന്ന കല്ലുകൊണ്ട് ഒരു ഏറ് കൊടുത്ത് അവന്റെ കണ്ണ് പൊട്ടിയാൽ ഇസ്ലാമിൽ ഖിസാസില്ലാന്നാ, അത് കുഴപ്പമില്ല, അതോ അർഹിച്ചു തന്നെയാണെന്നാ. അന്യന്റെ വീട്ടിലേക്ക് എത്തിന്നു. അതുകൊണ്ടാ ഒരു വാഹനം, കാറ് നിർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ ഉള്ളിലേക്ക് നോക്കണ്ട, ഇതിലിപ്പോ ആരാ ഉള്ളത്, നിങ്ങളെ പണിയല്ലാതെ. ഒരു വീടിലൂടെ റോഡിലൂടെ നടന്നു പോകുന്നു, ഒരു വീടിന്റെ വാതിലോ ജനലോ തുറന്നു കിടക്കുകയാണെങ്കിൽ അവരറിഞ്ഞിട്ടുണ്ടാവുന്ന കുട്ടികൾ തുറന്നു വെച്ചു പോകും. നിങ്ങൾ അതിന്റെ ഉള്ളിലേക്ക് നോക്കണ്ട, നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിട്ടില്ല. യഗുല്ലൂ മിൻ അബ്സാരിഹിം, മുഅ്മിനീങ്ങൾ കണ്ണ് താഴ്ത്തി നടക്കേണ്ടവരാണെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞിട്ടില്ലേ, നബി പറഞ്ഞിട്ടില്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹത്താ തസ്തഇനിസൂ വതുസല്ലിമൂ അലാ അഹ്ലിഹാ, ആ വീട്ടുകാരോട് 3 പ്രാവശ്യം സലാം പറയണം. ബെല്ലടിക്കുക, അസ്സലാമു അലൈക്കും എന്ന് പറയാ. ഒരു 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അവര് കുട്ടികളെ കുളിപ്പിക്കേ, കുട്ടികളെ ടോയ്ലറ്റ് കൊണ്ടേയിരിക്കേ, കിച്ചണിലോ ഒന്ന് കൈയും കഴുകും. ആണുങ്ങളൊന്നും ഇല്ലെങ്കിൽ വാതിൽ തുറന്നുതരാൻ സമയമെടുക്കും. വെയിറ്റ് ചെയ്യുക, ബെല്ലടിയോടടി എന്ന് ചെയ്ത് വെയിറ്റ് ചെയ്യുക. വീട്ടുകാരെ, ഒരു മനുഷ്യന്റെ പ്രൈവസിയാണ് വീട്, അവിടെ ബുദ്ധിമുട്ടാക്കരുതെന്നാണ്. 2ാമതും ബെല്ലടിക്കുന്നു, സലാം പറയുന്നു. 3ാമതും അത് ചെയ്തിട്ട് ഒരു വിവരവുമില്ലെങ്കിൽ ഫർജിഉ, നിങ്ങൾ തിരിച്ചു പോരണം. പിന്നെ ആ വീടിന്റെ അകത്തേക്ക് നിങ്ങൾ എത്തി നോക്കാൻ പാടില്ല. വഅ്തുൽ ബുയൂത മിൻ അബ്വാബിഹാ, ഒരു വീട്ടിലേക്ക് ചൊല്ലേണ്ടത് ആ വീടിന്റെ മെയിൻ വാതിലിലൂടെയാണ്. ആര് പറഞ്ഞു? വിശുദ്ധ ഖുർആൻ, അള്ളാന്റെ കലാമായി പറയുന്നത്. ഫാറൂഖ് റളിയല്ലാഹു അൻഹു മദീനയിൽ റോന്ത് ചുറ്റുന്ന സമയം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കൂടെയുണ്ട്. മദീനയിൽ ഇങ്ങനെ നടക്കുമ്പോ ഒരു കോമ്പൗണ്ടിനടുത്ത് അരികത്ത് നിന്ന് നല്ല പാട്ട് കേൾക്കുന്നു. മദീനയുടെ ഒരല്പം അകലെ നല്ല പാട്ട്, പാതിരാ സമയത്ത് പാട്ട്. ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അബ്ദുറഹ്മാൻ നിങ്ങൾ ഇവിടെ നിൽക്കിൻ, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഉമർ റളിയല്ലാഹു അൻഹു നോക്കുമ്പോ ഡോറ് കുറ്റിട്ടിരിക്കുകയാണ്, ഗേറ്റ് പൂട്ടിയിരിക്കുന്നു. ഒരു കോമ്പൗണ്ടാണ്, 4 മതിൽക്കെട്ടാണ്. അതിന്റെ ഉള്ളിൽ ഉമർ തങ്ങൾ ആ മതിൽ പൊത്തിപ്പിടിച്ച് കയറുന്നു. മദീനയുടെ ഭരണാധികാരിയല്ലേ, ഇസ്ലാമിന്റെ ഖലീഫയല്ലേ. നോക്കുമ്പോ ഒരു കുപ്പി കള്ള് മുമ്പിൽ, അവൻ നല്ല പാട്ട് പാടുക, കള്ളു കുടിച്ചിട്ടേ. ഉമർ തങ്ങൾ ഒരു വാക്ക് പറഞ്ഞു, യാ അദുവല്ലാഹ്, അല്ലാഹുവിന്റെ ശത്രു, അളനൻത അന്നല്ലാഹ യസ്തുറു അലൈക വഅൻത അലാ മഅസിയതിഹി, നീ വിചാരിച്ചോ നീ ചെയ്യുന്ന തെറ്റാരും അറിയാതെ അല്ലാഹു ഒളിപ്പിച്ചു വെക്കുമെന്ന് വിചാരിച്ചോ എന്ന് ചോദിച്ചു ഉമർ തങ്ങൾ വാളെടുത്തു. ഫാറൂഖ് റളിയല്ലാഹു അൻഹു അയാൾ പറഞ്ഞു, ഉമറേ
അമീറുൽ മുഅ്മിനീൻ, എന്നെ വെട്ടരുത്, അവിടെ നിൽക്കി, ഞാനൊരു കാര്യം അങ്ങോട്ട് പറയട്ടെ. കള്ളുടിയന്മാർക്കുണ്ട് ചില കള്ളു കുടിച്ചാൽ നല്ല സ്വഭാവം വരുന്നവരുണ്ടാവും. ഞങ്ങളിന്ന് ഇന്റർസിറ്റി ഇപ്പോഴും കാസർഗോഡ് എത്തിയിട്ടുണ്ടാവില്ല ചിലപ്പോ. ഇന്റർസിറ്റി രാവിലെ വരേണ്ടത് ഇപ്പൊരു കണ്ണൂർ കേടായതാണ്. അപ്പൊ ഞങ്ങൾ അതിന്ന് ഇറങ്ങി പിന്നെ റോഡൊക്കെ കണ്ടുപിടിച്ച് ഓട്ടോറിക്ഷ കയറുമ്പോ ഒരു കണ്ണൂർ സ്റ്റേഷനിൽ നമ്മളെ സുഹൃത്തിന്റെ വണ്ടിന്റെ അടുക്കാൻ വേണ്ടി ഏതായിരുന്നാലും ഓട്ടോറിക്ഷ ഒന്നും കിട്ടണില്ല. ഒരു വണ്ടി നിർത്തിയ അവസാനം. അപ്പൊ അതിൽ ഒരാള് പോവാണ്, ഒരു ഹിന്ദുവാണ് സഹോദരൻ. ആളവിടെ ഇറങ്ങി നടുറോഡില്, ഒരു വീടും ഒന്നുകൂടെ കാണില്ല. ഇപ്പുറത്ത് റെയിൽവേ ട്രാക്കാണ്, ഇപ്പുറത്ത് എന്തോ മലയാണ്. പക്ഷേ നിങ്ങൾ കയറിക്കോളി, ഞങ്ങൾ എല്ലാവരും കയറാൻ വേണ്ടി പറഞ്ഞു. ഞാൻ ചോദിച്ചു, റബ്ബേ, ഇങ്ങനെ നല്ല സ്വഭാവമുള്ള മനുഷ്യൻ, അയാൾ ഇറങ്ങിയിട്ട് എത്രയോ നടക്കണം. ഞങ്ങളെ കയറാൻ അനുവദിച്ചു. ഞങ്ങളത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാന്നൊക്കെ പറഞ്ഞ് കയറി പോവാണ്. അപ്പൊ ഡ്രൈവർ പറഞ്ഞു, മൂപ്പര് മുഴു കുടിച്ച് ഫിറ്റായി, ഞാൻ ഇടങ്ങാറായി നിൽക്കേന്. അപ്പൊ ഈ കുടിച്ചിട്ട് നല്ല സ്വഭാവം വന്നതാണ്. അല്ല, സ്വബോധത്തിന് നിങ്ങൾ നടുറൂട്ട് നട്ടുച്ചക്ക് ഇറങ്ങുമോ? അത് ഉച്ചക്ക് വളരെ നട്ടുച്ച നേരം 2 മണി എങ്ങാനും ആയിട്ടും തോന്നുന്നു. സുബ്ഹാനല്ലാഹ്. അയാൾ റോട്ടിൽ ഇറങ്ങിയിട്ട് നിങ്ങൾ കയറിക്കോളി എന്ന് പറയാം ഞങ്ങൾ 3-4 ആൾക്കാരോട്. എന്നിട്ട് അയാൾ നടക്കുക. ഇങ്ങനെയൊക്കെ സൽസ്വഭാവം ചെയ്യോ? അപ്പൊ കുടിച്ച് ഫിറ്റായിട്ട് ഇങ്ങനെയൊക്കെയാണല്ലോ ചില മനുഷ്യന്മാർ. അപ്പൊ അൽഹംദുലില്ലാ, എന്നാലും ആ മനുഷ്യൻ നല്ല സ്വഭാവം കാണിച്ചല്ലോ. കള്ളു കുടിച്ചിട്ട് വേറെ എന്തെങ്കിലും സ്വഭാവം കാണിക്കുകയാണെങ്കിൽ അതും സഹിക്കണ്ടേ? ഏതായിരുന്നാലും ഇയാൾ എന്ത് ചെയ്തു? ഉമർ തങ്ങളോട് പറയാണ്, കള്ളു കുടിച്ചിട്ട് പറയും, ഉമറേ, നിങ്ങൾ എന്നെ വെട്ടാൻ വേണ്ടി വരില്ലേ? അവിടെ നിൽക്കി, എനിക്ക് കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട്. എന്താന്ന് ചോദിച്ചു. ഞാനിപ്പോ ഒരു തെറ്റാ ചെയ്തത്, ഞാനിപ്പോ കള്ളു കുടിച്ചു, ശരി തന്നെയാണ്. പക്ഷെ നിങ്ങളിവിടെ 3 തെറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാഹ്, 3 തെറ്റോ? എന്തേ? അല്ലാഹു പറഞ്ഞിട്ടില്ലേ ഉമറേ? കള്ളുടെ ഖുർആൻ ഓതുന്നതേ, ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസു വതുസല്ലിമു അലാ അഹ്ലിഹാ. ഒരു വീട്ടുകാരോട് സലാം പറയാതെ, സമ്മതം ചോദിക്കാതെ കയറാൻ പാടില്ലെന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ല ഉമറേ? നിങ്ങൾ സലാം പറഞ്ഞോ? എന്റെ വീട്ടിലേക്ക് വരാൻ നിങ്ങൾ സമ്മതം ചോദിച്ചോ? ക്രൈം നമ്പർ 1, കുറ്റം 1. നമ്പർ 2, അല്ലാഹു പറഞ്ഞിട്ടില്ലേ, വഅതുൽ ബുയൂത മിൻ അബ്വാബിഹാ. നിങ്ങൾ വീട്ടിലേക്ക് വരേണ്ടത് വീടിന്റെ വാതിലിലൂടെയാണ്. നിങ്ങൾ മതിൽ ചാടി കടന്നു വരാൻ പാടില്ലെന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ എന്റെ വീടിന്റെ വാതിലിലൂടെയല്ലല്ലോ വന്നത്, നിങ്ങൾ മതിൽ പൊത്തിപ്പിടിച്ച് കയറിയതല്ലേ? ക്രൈം നമ്പർ 2. മൂന്നാമത്തേത് അല്ലാഹു പറഞ്ഞില്ലേ ഉമറേ, യാ അയ്യുഹല്ലദീന ആമനു ഇജ്തനിബൂ കസീറൻ മിനൽ ളന്നി ഇന്ന ബഅദൽ ളന്നി ഇസ്മുൻ വലാ തജസ്സസൂ. അല്ലാഹു പറഞ്ഞിട്ടില്ലേ ഉമറേ, നിങ്ങൾ മനുഷ്യന്മാരുടെ തെറ്റുകൾ ഇങ്ങനെ ചികഞ്ഞന്വേഷിച്ച് നടക്കാൻ പാടില്ലെന്ന്. ഞാനിത് വാതിൽ അടച്ചുപൂട്ടി ചെയ്ത തെറ്റ് നിങ്ങൾ എന്തിനാ സ്പൈ ചെയ്തത്? നിങ്ങൾ ചാരന്മാര് ചെയ്യുന്ന പോലെ മണത്ത് പിടിച്ചറിഞ്ഞതല്ലേ? അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ലേ ഉമറേ എന്ന് ഫാറൂഖ് തങ്ങളോട് പറഞ്ഞപ്പോഴാ സുബ്ഹാനല്ലാഹ്, ഇവൻ തരക്കേടില്ലല്ലോ. ഉമർ തങ്ങൾക്ക് മനസ്സിലായി ഇവന്റെ വിളവാണ്. ഉമർ തങ്ങൾ പറഞ്ഞു, യാ അദുവല്ലാഹ്, ഈ പറഞ്ഞതൊക്കെ ഞാൻ മനസ്സിലാക്കി. ഞാൻ നിനക്ക് മാപ്പ് തന്നാൽ നീ നന്നാകുമോ? നീ പ്രശ്നമൊക്കെ നിർത്തുവോ? ഉമർ എന്നവരെ ഇനി ഞാൻ ചെയ്യില്ല. ലാ അഊദു ഇലൈഹി അബദാ, ഞാനിത് ആവർത്തിക്കില്ല. ഉമർ എന്നവരെ എനിക്ക് മാപ്പ് തരണം. അബ്ദുറഹ്മാൻ ഔഫ് തങ്ങളോട് ചെന്ന് ചോദിച്ചു, അബ്ദുറഹ്മാൻ, ഇങ്ങനെയൊക്കെയാണ് അവർ എന്നോട് ഇങ്ങോട്ടൊരു വേള പറഞ്ഞു തന്നിട്ടുണ്ട്, എന്താ ഇപ്പൊ ചെയ്യാ? അവനെ വിടണോ ഒഴിവാക്കണോ? മാപ്പ് ചെയ്ത് കൊടുത്തേക്ക് ഉമറേ എന്ന് പറഞ്ഞ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. ഇസ്ലാമിന്റെ വീട്ടിലേക്കുള്ള മര്യാദ അങ്ങനെയാണ്. വീട്ടിലേക്ക് പോകുന്നത്, വരുന്നത്, കിടക്കുന്നത്, ഇരിക്കുന്നത്, ഇങ്ങനെ നമ്മുടെ പ്രൈവസി നന്നായാൽ പിന്നെ അവിടെ നമുക്ക് തർബിയത്ത് ചെയ്യാൻ കഴിയും. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.